അറഫ ദിവസത്തിലെ നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനതല്ലതി ഖബലഹു വസ്സനതല്ലതി ബഅദഹു. കഴിഞ്ഞു പോയൊരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ടോട്ടൽ 2 വർഷത്തെ പാപങ്ങൾ, ഈ ചെറുപാപങ്ങൾ ഈ നോമ്പിലൂടെ പൊറുക്കപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഈ നോമ്പിന്റെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സലഫുകളിൽ പലരും യാത്രയിലാണെങ്കിൽ പോലും ഈ നോമ്പ്, ഇത്തരം സുന്നത്ത് നോമ്പുകൾ ഒഴിവാക്കാറുണ്ടായിരുന്നില്ല എന്നാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം, യാത്രക്കാരനാണെന്നുണ്ടെങ്കിൽ നോമ്പിന് ഇളവുണ്ട്. ഇപ്പോൾ റമദാനിലൊക്കെ അത് നമുക്ക് പിന്നീട് നോറ്റ് വീട്ടിയാൽ മതി. പക്ഷെ ഈ ദിവസം പിന്നീട് വരില്ല, പിന്നെ അടുത്ത വർഷമല്ലേ വരുള്ളൂ. അതുകൊണ്ട് ഈ നോമ്പിന്റെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ ദിവസത്തിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ, ഏറ്റവും ഖൈറായിട്ടുള്ള പ്രാർത്ഥന അത് അറഫ ദിവസത്തിലെ പ്രാർത്ഥനയാണ്. വഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി, ഞാനും എനിക്കുമുള്ള പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഖൈറായിട്ടുള്ള ഖൗല് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള ദിക്റ. അതുകൊണ്ട് ഈ ദിക്ർ നമുക്ക് അധികരിപ്പിക്കാം. മറ്റുള്ള അദ്കാറുകൾ, തക്ബീർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, തക്ബീർ നമുക്ക് അധികരിപ്പിക്കാം. മറ്റുള്ള അദ്കാറുകൾ, അതുപോലെ തന്നെ പ്രാർത്ഥന നല്ലോണം ഈ ദിവസത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹിനോട് ഇഹ പര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹിനോട് ഒഴിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പാപങ്ങളിൽ നിന്ന്, നമ്മളെ പാപങ്ങൾ ഓരോന്ന് ഓർത്തെടുത്ത് അത് അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞ് തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങുക, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുക. സ്വതക്കകൾ, മറ്റു നന്മകൾ എല്ലായ്പ്പോഴും നമ്മൾ അധികരിക്കുന്നത് പോലെ തന്നെ പ്രത്യേകിച്ചും ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളിൽ നമ്മൾ അധികരിക്കുന്നത് പോലെ തന്നെ ഈ അറഫ ദിവസവും പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ അള്ളാഹുവിലേക്ക് നന്ദിയുള്ള അടിമകളായി നമ്മൾ മാറാം. അല്ല, ഇൻ ശകർത്തും അസീദന്നക്കും, നമ്മൾ നന്ദി കാണിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വർദ്ധിപ്പിച്ച് തരിക തന്നെ ചെയ്യും. ബാറക്കല്ലാഹു ഫിക്കും. അസ്സലാമു അലൈക്കും.